ഇത്ര ഉള്ളു കാര്യം. ഇതിനാണ് നമ്മൾ കടന്നത്. ഇതാണ്. ഓ ഗൈസ്, അവൻ ജയിച്ചു. ഇല്ല, ഞാൻ സൈഡിലേക്ക് ആക്കി കളിക്കാം. നമ്മൾ അടുത്ത പോയിന്റ് എടുത്തിട്ട് ഓ ഗൈസ്, അടുത്തൊരു ലാസ്റ്റ് പോയിന്റാണ്. അവൻ ജയിക്കുമോ ഇല്ലയോ, അത് ഞാൻ തോക്കുമോ ഇല്ലയോ. അവൻ ജയിച്ചാലും ഞാൻ തോക്കും, അവൻ തോറ്റാലും ഞാൻ തോക്കുമല്ല. ഗൈസ്, എന്തൊക്കെയോ ഞാൻ പറയുന്നു. ഞാൻ സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കാൻ പോകുന്നു സുഹൃത്തുക്കളെ. ഗൈസ്, ഞാൻ ഇപ്പോൾ മൂവ്മെൻ്റ് ഒന്നും ചെയ്യണില്ല. നമ്മൾ മൂവ് ചെയ്താൽ തന്നെ അവന് ഔട്ടാവും. അങ്ങനെ കുറച്ച് നേരം നമുക്ക് മൂവ് ചെയ്യാണ്ട് ഇരുന്നാൽ മതി, അപ്പോൾ ജയിക്കും. കുറച്ച് ഫ്രണ്ടിൽ പോട്ടെ ഞാൻ. ഇനി നമ്മളിങ്ങനെ മൂവ് ചെയ്യണം. അവന് മൂവ് ചെയ്യും. അത് പൊട്ടനായതുകൊണ്ട് നമ്മളിങ്ങനെ അടുത്തൊരു പോയിന്റും കൂടി എടുത്താൽ ഞാൻ ജയിക്കും. സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുക. ഗൈസ് നിങ്ങളിത് കാണുക. അടയാളപ്പെടുത്തുന്ന കാലം ഏത് ഘടികാരം ഉണർത്തുന്നു? റൊണാൾഡോയുടെ കിക്ക്. റൊണാൾഡോ അല്ല, മെസ്സി ഫാൻ. നിങ്ങളത് ഫാനാണെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. റൊണാൾഡോ, മെസ്സി, നെയ്മർ, എംബാപ്പെ. സുഹൃത്തുക്കളെ, ഗൈസ് പറഞ്ഞത് ചാവാത്. ഗൈസ്, അണ്ണൻ ജയിച്ചിരിക്കുകയാണ്. രംഗൻ. ഗൈസ്, കാനോൺ ഡുവലാണ്. ഇത് ന്യൂ ഗെയിമാണ്. ഇതിൽ തന്നെ നമുക്ക് കളി തുടങ്ങാം. ഞാനാണ്. ലെറ്റ്സ് പ്ലേ. ആ തീപ്പൊരി പൊട്ടിച്ച് ഞാൻ തന്നെ ചത്തുണ്ടാവും ഇപ്പോൾ. ഗൈസ്, ഞാൻ അവൻ്റെ നേർക്കൊരു തീപ്പൊരി ഉണ്ടതാ. നേർക്ക് നമ്മൾ പൊട്ടിക്കുന്നു. പക്ഷെ അവനതൊന്നും മേൽക്കുന്നില്ല. നമുക്ക് ചെറിയൊരുണ്ട. മമ്മി എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഇതാ ഞാനൊരു വെടി പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ബോട്ട് എണ്ണനെ. ഗൈസ്, അവൻ്റെ തീപ്പൊരി എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ അവൻ എന്നെ കൊല്ലാറായി. ഞാൻ അവൻ്റെ അടുത്തേക്ക് ഒരു മിസൈൽ അയച്ചു. അവൻ ചത്ത്. ഞാൻ അവൻ്റെ അടുത്തേക്ക് പിന്നെ ഒരു മിസൈൽ അയച്ചു. അവൻ ചത്തില്ല. പക്ഷേ ഫുൾ പവറിൽ ഞാൻ വന്ന് വിട്ടു. അതിന് എൻ്റെ മണ്ടക്കോട്ടനെ വന്ന് വീഴുമെന്ന് അറിയില്ല. ഗൈസ്, അവൻ ചത്തിരിക്കുകയാണ്. വിജയകരമായി ഞാൻ ജയിച്ചിരിക്കുകയാണ്. അടുത്ത വാട്ടർ ഗെയിമാണ്. ഇതിൽ ഊള ഗെയിമാണിത്. നമുക്കെന്നാലും